2023 പുതുവർഷം തുടങ്ങിയതും അവസാനിക്കുന്നതും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയോടെയാണ്. ഭരണഘടനയെ എന്തോ കുന്തമോ കൊടച്ചക്രമോ ആയി കരുതിയതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന മന്ത്രി സജി ചെറിയാൻ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മന്ത്രിസഭയിൽ തിരിച്ചെത്തിയത് 2023 ജനുവരി ആദ്യവാരമായിരുന്നു. ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരമായി കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസവും. സജി ചെറിയാന് CPM-ന്റെ പുതുവത്സര സമ്മാനം, മന്ത്രിസ്ഥാനം തിരികെ കൊടുക്കാൻ തീരുമാനം. അപ്പൊ കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. എങ്ങനെ കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. പുതുവർഷ പുലരിയിൽ ഇത്രയും മ്ലേച്ഛമായ ഒരു കാര്യം എങ്ങനെ സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ചിരിക്കരുതേ. സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഈ ഡയലോഗ് മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശശി തരൂർ മടങ്ങുന്നുവെന്ന ചർച്ചകളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇക്കൊല്ലം ആദ്യം കേട്ടത്. തരൂരിന് കോൺഗ്രസ് പ്രവർത്തകരും സാമുദായിക നേതാക്കളും മത്സരിച്ച് സ്വീകരണം നൽകി. പാർട്ടി നേതൃത്വത്തിന് അത് അത്ര പിടിച്ചില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയപ്പോൾ ഡൽഹി നായരെന്ന് തരൂരിനെ വിളിച്ച പെരുന്നയിലെ സാമുദായിക നേതൃത്വം തരൂരിനെ വിളിച്ചു വരുത്തി അത് തിരുത്തുകയും ചെയ്തു. UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു നായര് കൂടി എത്തിയ പുലിവാലായി കോൺഗ്രസിൽ. ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആ തെറ്റ് തിരുത്താനും കൂടിയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ നായന്മാരെ ഒരു പരസ്പര ധാരണയും സ്നേഹമൊന്നും ഇല്ലാത്തവന്മാരാണ്. നാട്ടിലൊരു സംസാരമുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കണം. നടന്നാട്ടെ. മന്നം എപ്പോഴും പറയും, നായർമാരെ ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമല്ല. ഒരു നായർക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും. അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ, ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കോ? അത്രയൊക്കെയുള്ള കാര്യം അസൂയ കൂട്ടങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ മരണവും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ മാറ്റങ്ങളും കണ്ട വർഷമായിരുന്നു 2023. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റിയതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം പോയതിനു പുറമെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കി മാത്രം ഉൾപ്പെടുത്തിയതും ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായ നഷ്ടം സമ്മാനിച്ചു. PC വിശ്വനാഥ് അസംബ്ലി സീറ്റ് ചോദിച്ച ഒരാളല്ല. ഞാനാണ് പറഞ്ഞത് ചെങ്ങന്നൂർ അസംബ്ലിയിൽ PC വിശ്വനാഥ് നിൽക്കണം, KSU പ്രസിഡന്റ് നിൽക്കണം എന്ന് പറഞ്ഞു. നല്ല 3 തവണ ജയിച്ചു. എന്റെ മരണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചില്ലേ? നീ പോലും ആഗ്രഹിച്ചു. നാളെ അവരാരും കൂടെ നിൽക്കുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ അല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നു, ചിരിക്കുന്നവരെല്ലാം നമ്മുടെ സ്നേഹിതന്മാരാണ് എന്ന് കാണാൻ പാടില്ല. മുന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് മനസ്സിലാകും, പിന്നിൽ നിന്ന് കുത്തുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇത്തവണയും ചെന്നിത്തലയില്ല. ആ വാർത്ത പുറത്തു വന്നപ്പോൾ ചില മാനസിക സംഘർഷങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പോയ വസന്തങ്ങൾ വീണ്ടും വരുമോ എന്ന നാടകത്തിലെ ആ ശോകാനമില്ലേ, ഞാൻ സ്റ്റേജ് പാടി വിളിച്ചത്, അതൊന്ന് പാടും. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 വർഷമായി എനിക്ക് പ്രത്യേകിച്ച് പദവികളൊന്നും പാർട്ടിയിലില്ല. എന്റെ മനസ്സിനൊരു സമാധാനമില്ല. ജാലകങ്ങൾ മൂടിയെങ്ങോ പാടും പ്ലീസ്. ജാലകങ്ങൾ മൂടിയെങ്ങോ നീയകന്നു പോയി. ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ ചങ്കി കുത്തിയാലും വേദനിക്കും. പരാതികളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പരാതിയൊക്കെ ഉണ്ട്, പക്ഷെ പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നപ്പോൾ ആ സ്ഥാനം നഷ്ടപ്പെടുന്നതായിരുന്നില്ല പ്രശ്നം. ആ പ്രശ്നം കൈകാര്യം ചെയ്ത രീതിയോടായിരുന്നു എനിക്ക് എതിർപ്പ്.
12 സംസ്ഥാനങ്ങളിലൂടെ 3500 കിലോമീറ്ററോളം 150 ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പഥയാത്ര കോൺഗ്രസിന് ഉണർവ് സമ്മാനിച്ച വർഷമാണ് കടന്നു പോകുന്നത്. യാത്രയുടെ പ്രതിഫലനം കർണാടക തെലുങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിഫലിച്ചെങ്കിലും ഹിന്ദി ഹൃദയഭൂമി കോൺഗ്രസിന് ബാലികേറ മലയായി തുടരുന്നു. കാശ്മീരിലെ സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം ക്ഷണിച്ചെങ്കിലും CPM പങ്കെടുത്തില്ല. CPI പങ്കെടുക്കുകയും ചെയ്തു. CPMന്റെ കേരള നേതൃത്വം അള്ളുവച്ചതെന്നാണ് പിന്നാമ്പുറ വർത്തമാനം. ഭാരത് ജോഡോ യാത്രയിൽ സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല. നിർണായകമായത് CPM കേരള ഘടകത്തിന്റെ എതിർപ്പ്. കോൺഗ്രസ് ഈ രാജ്യത്തൊരു ബദലല്ല. CPM വീണ്ടും ഒരു ഹിമാലയൻ മണ്ടത്തരം കാണിക്കുകയാണ്. ബ്രഹ്മചര്യം മൂത്ത് സന്യാസി ആയതായിരിക്കും. കാശ്മീരിലെ തണുനിപ്പിലും അദ്ദേഹം ടീഷർട്ട് ഇട്ട് യാത്ര ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ പദയാത്രയിൽ ഉടനീളം KC വേണുഗോപാലും ഉമ്മൻചാണ്ടിയുടെ പുത്രൻ ചാണ്ടി ഉമ്മനും നടന്നുവെങ്കിലും മുതിർന്ന നേതാവ് AK ആന്റണിയുടെ പുത്രൻ നടന്നത് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാണ്. വൈകാതെ BJPയിലെത്തുകയും ചെയ്തു. ഈ സുദിനത്തിൽ ഇന്നിവിടെ ശ്രീ അനിൽ ആന്റണിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഏറെ സന്തോഷമുണ്ട്. ധർമ്മോ രക്ഷതി രക്ഷതാ. ആ പയ്യൻ കൊള്ളാവല്ലോ, നല്ല ഉശിര് അല്ലേ? അത് പിന്നെ കാണാതിരിക്കോ? താൻ അറിയോ അയാളെ? അറിയും. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്തു ബന്ധം? എന്റെ ഒരേ ഒരു മോന. BJPയിൽ ചേരാനുള്ള അനിലിന്റെ തീരുമാനം എനിക്ക് വളരെ വേദനയുണ്ടായി. എന്താടാ അവിടെ? ഞങ്ങളിവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ബജറ്റുകളെ പേടിയോടെയാണ് ജനം കാണുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഒന്നുമില്ലാത്തതിനാൽ കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ ജനങ്ങൾക്ക് ആശ്വാസമല്ല നൽകിയത്. ഇന്ധന സെസ്സും വൈദ്യുതി തീരുവയും എല്ലാം കൂടി KN ബാലഗോപാൽ അവതരിച്ച സംസ്ഥാന ബജറ്റ് ജനത്തിന് ഇരുട്ടടിയായി. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടാ. പെട്രോൾ ഡീസൽ വിലയിൽ 2 രൂപയുടെ സെസ് ഏർപ്പെടുത്തി ഇരുട്ടടി. അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ. വൈദ്യുതി തീരുവ കൂട്ടി ബജറ്റ് പ്രഖ്യാപനം. മദ്യത്തിന് 40 രൂപ വരെ കൂട്ടി. പുതുതായി വാങ്ങുന്ന 2 ലക്ഷം വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ നികുതിയിൽ 2% വർധനവ് വരുത്തുന്നു. സന്തോഷായി, നല്ല സന്തോഷായി. സാമ്പത്തിക ഞെരുക്കത്തിലാണ് സംസ്ഥാന ഖജനാവ്. ഏത് മാർഗവും സ്വീകരിക്കും. AI ക്യാമറ വെച്ച് വാഹന നിയമ ലംഘകരെ പിഴിഞ്ഞ് കാശുണ്ടാക്കാനുള്ള ഐഡിയ വന്നത് അങ്ങനെയാണ്. AI ക്യാമറ സ്ഥാപിക്കാൻ കെൽട്രോണിന്റെ കരാറിനെതിരെ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പോയാൽ ഒരു 5000 6000 ഒക്കെ എങ്ങനെ ചിലപ്പോൾ വരുമ്പോ കാശ് പണ കെട്ട് മണി മണി കാശ് പണ കെട്ട് മണി മണി. ഇത് രണ്ടാം SNC ലാവലിൻ എന്നാണ് UDF യോഗം ഇതിനെ വിലയിരുത്തിയത്. ഇത് കേരളം കണ്ട ഒരു വലിയ അഴിമതിയാണ് എന്ന കാര്യം. AI ക്യാമറ വിവാദത്തിൽ മൗനം തുടരുന്ന മുഖ്യമന്ത്രിയിലേക്ക് ആരോപണമുന കടുപ്പിച്ച് പ്രതിപക്ഷം. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. മോന്റെ വീട് എവിടെയാണ്? പറ മോനെ. പണ്ട് ഇതുപോലെ ലാവലിൻ കേസ് വന്നപ്പോഴും മുഖ്യമന്ത്രി
ഞാനന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നു. അത് ഒരിക്കലും വാദത്തില്ല. കമ്പനി പണം നൽകാനുള്ളവരുടെ പട്ടികയിൽ പിണറായിയുടെ മകന്റെ ഭാര്യാപിതാവ് പ്രകാശ് ബാബു. പിന്നെ പേരിലൊരു മരുമോൻ, അനുഭവിക്കാനുള്ള യോഗം വേണോ? അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. എന്റെ മരുമകനും ശ്രീനാരായണ മകൻ തന്നെയാ. പാതി സ്വത്തിന്റെ അവകാശം അവനുള്ളതാ. ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ആരും കരുതണ്ട, ഞാനും കേസ് കൊടുക്കും. പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റ MV ഗോവിന്ദൻ പാർട്ടിയുടെ കടിഞ്ഞാണുമായി നടത്തിയ പ്രതിരോധ ജാഥയിലാണ് പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ-റെയിലിനെ കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമായത്. കഷ്ടകാലമേ ഗോവിന്ദ ഗോവിന്ദ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പൊ ഈ അപ്പവും കൊണ്ട് കോഴിക്കോടേക്ക് കയറിയാൽ 10 മണിക്ക് മുമ്പ് കോഴിക്കോട് എത്തും. രാവിലെ തന്നെ അത് അങ്ങോട്ട് വിറ്റ് നേരെ ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് കയറിയാൽ 12 മണിക്ക് മുമ്പ് കാസർഗോഡെത്താം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കുറെ വിരുന്നുകാർ കയറി വന്നു. നോക്കുമ്പോ മീനില്ല, പച്ചക്കറിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം. 1 മിനിറ്റ് അങ്ങോട്ട് 1 മിനിറ്റ് ഇങ്ങോട്ട്, ആകെ കൂടി 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം. പ്രതിരോധ ജാഥ പാർട്ടിയിലെ ചില പടലപ്പിണക്കങ്ങൾക്കും സാക്ഷിയായി. പാർട്ടിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ടും സെക്രട്ടറി ആകാത്ത EP ജയരാജനെ മാത്രം ജാഥയിൽ കണ്ടില്ലല്ലോ, EP മാത്രം വന്നില്ലല്ലോ എന്ന ചർച്ചയായി മാധ്യമങ്ങളിൽ. തൃശ്ശൂർ എത്തിയപ്പോൾ EP വന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. MV ഗോവിന്ദന്റെ ജാഥ ബഹിഷ്കരിച്ച EP ജയരാജൻ LDF കൺവീനർ ഈ ജാതിയുടെ ഏതെങ്കിലും എപ്പോഴെങ്കിലും വരാറോ? അതിന് ഇന്ന് ഇവിടെ വരണം, അവിടെ വരണം, അല്ലെങ്കിൽ കല്യാശ്ശേരി വരണം എന്ന് പറഞ്ഞിരുന്നത് യാതൊരു കാര്യം. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ശെൽവം മുതലാളി ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയെ വരുമല്ലോ, വരണമല്ലോ. അതെ, ഇല്ലോളം താമസിച്ചാലും വന്നല്ലേ. കുറെ ദിവസങ്ങളിലായിട്ട് പത്രക്കാരിങ്ങനെ എന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഏതായാലും ഞാൻ എനിക്ക് ഇന്ന് ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ടെങ്കിൽ പോലും അവർക്കെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തി. കേരളത്തിലും BJP ഭരണം വരും എന്ന് പ്രഖ്യാപിച്ചത് ഇക്കൊല്ലമായിരുന്നു. പിന്നാലെയായിരുന്നു തെക്കേ ഇന്ത്യയിൽ ആകെയുള്ള കർണാടകയും നഷ്ടമായത്. जैसे मेघालय में हुआ है, जैसे गोवा में होता रहा है, केरला में भी भाजपा गठबंधन की सरकार बनेगी. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി മോദി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി നിശ്ചയിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. കഴിഞ്ഞ ലോകസഭയിലെ പോലെ അവസാനം നമ്മൾ ജെല്ലിക്കെട്ടാവും. ഈ തവണ നമ്മൾ ജയിക്കും, ഉറപ്പാ. എല്ലാ തവണ ഇത് തന്നെ പറയുന്നത്. ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാൽ മതി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ ആവേശം ഉൾക്കൊണ്ടാകണം തൃശൂർ താനിങ് എടുക്കും എന്ന് വീണ്ടും സുരേഷ് ഗോപി. ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു, തൃശ്ശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ തന്ന് ഞാൻ എടുക്കും. ആർക്കും എടുത്തുകൂടാതെ 3ാം സ്ഥാനത്തേക്കോ 4ാം സ്ഥാനത്തേക്കോ കൃത്യമായിട്ട് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അന്തം കമ്മികൾ, ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ, വരൂ, ട്രോൾ ചെയ്യൂ. സിനിമാ രംഗത്ത് നിന്ന് ദേവനെയും മേജർ രവിയെയും BJP ഉപാധ്യക്ഷന്മാരാക്കിയപ്പോൾ നേരത്തെ ചേർന്ന രാജസേനനും ഭീമൻ രഘുവും BJP വിട്ട് CPM-ൽ ചേരുകയും ചെയ്തു. ഇരുവരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. ഇവനേതാ തിരിച്ചു ചേച്ചി ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ചേർന്നോന്ന് വെച്ചാൽ അതെനിക്കറിയില്ല, എങ്ങനെയാണ് ചേരുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവരോടൊപ്പമാണ്. കേരളം ഒരു 2-3 വർഷത്തിനകത്ത് ഒരു ത്രിപുരയുടെ അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി തന്നെയാണ്. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഭീമൻ രഘു ചെങ്കൊടി എന്തിയാണ് AKG സെന്ററിലെത്തിയത്. പാർട്ടിയിൽ ചേർന്ന ആഹ്ലാദത്തിൽ മുഷ്ടി ചുരുട്ടി വിപ്ലവ സിനിമാ ഗാനം മുഴക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സംസാരിക്കുന്നിടത്ത് പഴയ പോലീസുകാരനായി വരെ മാറി ഭീമൻ രഘു പ്രേക്ഷക ശ്രദ്ധ നിരന്തരം പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്നു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. കണ്ണൻ
ഏതോ ഒരു വാളംകോടം നടന്നു വരുന്നുണ്ട്. CPM തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അതായത് ഇവിടുത്തെ കൃത്യലിഖിതമായ ഒരു ഭരണഘടനയുണ്ട്. എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. കഷ്ടാലാണെന്ന് തോന്നുന്നു സാറേ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഏതൊക്കെ നവോത്ഥാന മൂല്യങ്ങളാണോ പുതിയ നൂറ്റാണ്ട് സൃഷ്ടിച്ചത്?